ഡോക്ടർ ജി ഗോപകുമാർ, അതായത് നമ്മൾ പറഞ്ഞു വന്നത് തരൂർ കോൺഗ്രസിനുള്ളിൽ നിന്ന് ആവർത്തിച്ച് കോൺഗ്രസിനെ നോവിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് BJPക്ക് ഉപയോഗപ്പെടുത്താം. അതൊരു വശത്ത്. രണ്ട്, അങ്ങനെ പെട്ടെന്ന് പുറത്താക്കിയതിലൂടെ BJPയിലേക്ക് ചെന്ന് കയറണ്ട എന്ന് കോൺഗ്രസിനും തീരുമാനിക്കാം. പക്ഷേ ഇത് രണ്ടിനുമിടയിൽ കോൺഗ്രസിനുള്ളിൽ തരൂരിനെ പോലെ അഭിപ്രായ വ്യത്യാസമുള്ളവരുടെ ആ അഭിപ്രായങ്ങളെ അവരെ കൂട്ടിച്ചേർത്ത് മറ്റൊരു സ്വാധീനം ഉറപ്പിക്കൽ അത് തരൂർ ലക്ഷ്യമിടുന്നുണ്ടോ? കാണത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയോ അങ്ങനെ ഒരു റിബൽ ഗ്രൂപ്പോ കൊണ്ടുവന്ന് കോൺഗ്രസിനകത്തൊരു വിപ്ലവം നടത്തേണ്ട ആവശ്യമൊന്നും തരൂരിനില്ല. അത് ചെയ്യുന്നത് വേസ്റ്റേജ് ഓഫ് എനർജി ആയിട്ട് അയാൾ കണക്കാക്കുള്ളൂ. കാരണം തരൂരിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമാനാണ്. അത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയോ പിളർന്നോ അങ്ങനെ ആ ഒരു കപ്പാസിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സ്ഥാനക്കുറവേ ഉണ്ടാവുള്ളൂ. ഇത് വളരെ ക്ലിയറാണ്. അദ്ദേഹം ഒരു കരിയർ ആഗ്രഹിക്കുന്നു, ഇനിയും ഒരു നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നു. അത് പാർട്ടി ഉണ്ടാക്കി ജയിച്ച് മുന്നോട്ട് വരാൻ. പക്ഷേ സാർ, എൻ്റെ ഒരു സംശയമാണ്. അതായത് ഒന്നുകിൽ അകത്ത് അല്ലെങ്കിൽ പുറത്ത് ആ അവസ്ഥയിലേക്ക് തരൂർ വന്നല്ലേ പറ്റൂ. അതില്ലാതെ ഇങ്ങനെ തുടരുന്നിടത്തോളം കാലം ഈ തരൂരിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം അത് ചോദ്യം ചെയ്യപ്പെടില്ലേ? ഇല്ല, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ KC വേണുഗോപാൽ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞു എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖ ഉണ്ടെന്ന്. അപ്പോൾ ദിവസവും പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ലക്ഷ്മണരേഖ കടക്കും. അപ്പോൾ നിർബന്ധിതമാകും, നടപടിയെടുക്കാൻ ഒരു സമയം കഴിയുമ്പോൾ നിർബന്ധിതമാകും. തരൂർ എന്ത് പറഞ്ഞാലും അതിന് വാർത്താമൂല്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ BJP നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനെ അത് പരിങ്ങലിലാക്കുന്നു. അപ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലാകുമ്പോൾ ആ പ്രതിരോധത്തിന് ഒരു പരിമിതിയില്ലേ? ആ ലെവലിലെത്തുമ്പോൾ നടപടി വരാതിരിക്കാൻ പറ്റില്ല. അതുവരെ പ്രൊവോക്ക് ചെയ്യും. ഈ പ്രൊവൊക്കേഷൻ തരൂർ ചെയ്യുന്നതെല്ലാം BJPക്ക് സന്തോഷമാണ്. അപ്പോൾ ഈ കളി എത്ര നാൾ പോകുന്നുള്ളത് നമുക്ക് കാണേണ്ട കാര്യമാണ്. ഒരുപാട് നീണ്ടു പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ വ്യക്തമായിട്ട് KC വേണുഗോപാൽ പറഞ്ഞല്ലോ, പാർട്ടിയുടെ സെക്രട്ടറിയും കൂടെയാണല്ലോ, ഔദ്യോഗിക സെക്രട്ടറിയും കൂടെയാണല്ലോ, എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് അകത്തുനിന്ന് സമ്മർദ്ദം വരും അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്ന്. തരൂർ ആഗ്രഹിക്കുന്നതും ആ നടപടിയാണ്. അല്ലാതെ ഇതിങ്ങനെ ലോഞ്ചിവിറ്റി ഇങ്ങനെ വിട്ടുകൊടുത്ത് ഇഷ്ടംപോലെ ചീത്ത പറഞ്ഞോ, ഞങ്ങൾക്ക് ഉൾപാർട്ടി ജനാധിപത്യം ഉള്ളതുകൊണ്ട് എന്തും പറയാം മാർക്ക് എന്ന് പറയുമ്പോൾ ഇമേജ് പോവുകയില്ലേ, ആ പാർട്ടിയുടെ തന്നെ ക്രെഡിബിലിറ്റി പോവുകയില്ലേ? അതുകൊണ്ട് കൃഷ്ണരാജ് പറഞ്ഞ പോലെ മറ്റൊരു പാർട്ടി ഉണ്ടാക്കാനോ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കാനോ ഒന്നും തരൂർ പോവില്ല. തരൂരിന് വേണ്ടത് ചില സ്ഥാനങ്ങളാണ്. ഇതിപ്പോ തരൂർ പോകാം എന്ന നിലയിലേക്ക് എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതെ. അപ്പോൾ അതിനൊരു പെട്ടെന്നൊരു പോക്കുണ്ടായാൽ പോലും കോൺഗ്രസിന് അത് ഞെട്ടലായി മാറില്ല. സ്വാഭാവികമായും കോൺഗ്രസിനോട് അകന്നു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ചോദ്യം അതല്ല, പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുമോ എന്നല്ല എൻ്റെ സംശയം. മറിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് വിയോജിപ്പുള്ളവരെ കൂടെ കൂട്ടി ഒരു പോക്കാണെങ്കിലോ? എനിക്ക് തോന്നുന്നില്ല. കാരണം തരൂർ ഒരു സാമ്പ്രദായിക രാഷ്ട്രീയക്കാരനല്ല, ഒരു കൺവെൻഷണൽ പൊളിറ്റിക്കൽ ലീഡർ അല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് മികവുമില്ല, അതിനുള്ള കഴിവുമില്ല. മാത്രമല്ല ഇതിനുള്ള ചെലവും ബുദ്ധിമുട്ടും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കോൺഗ്രസിനെ പരിക്കേൽപ്പിക്കുന്നതിനേക്കാൾ BJPക്ക് കൂടുതൽ സുഹൃത്തായി മാറുന്ന ഒരു സാഹചര്യം എത്തുന്നതല്ലേ അദ്ദേഹത്തിന് ഗുണമുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇനിയുള്ള സമയങ്ങൾ. ഇപ്പോൾ 66 വയസ്സോ എന്തോ ആയിട്ടുണ്ട്. അല്ല, ഒരു കൗതുകത്തിന് വേണ്ടി അത് എന്താകാനാണ് സാധ്യത? അത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്, ഒന്ന് ഉപരാഷ്ട്രപതിയുടെ പൊസിഷൻ വേക്കൻസി വരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. അതല്ല ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ പെർമനൻറ്റ് മെമ്പർ സ്ഥാനമാണോ, അതുമല്ല അമേരിക്കയിലെ അംബാസഡറാണോ, ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ഇല്ലെങ്കിൽ ഉന്നത പദവിയാണ് ഓഫർ ചെയ്യുന്നതെന്നാണ് ഇവിടെ ഡൽഹിയിലൊക്കെ ചർച്ചകൾ വരുന്നത്. ആ ചർച്ചയുടെ അനുസരിച്ച് നോക്കുമ്പോൾ തരൂരിന് പറ്റിയത് ഏതെങ്കിലും ഇങ്ങനെ ഒരു നല്ല പോസ്റ്റിൽ പോയിരുന്ന് പ്രസംഗിച്ചൊക്കെ ഇരുന്ന് ബാക്കിയുള്ള കാലം നന്നായിട്ട് കഴിക്കുക എന്നുള്ളതല്ലാതെ കൃഷ്ണരാജ് ഉദ്ദേശിച്ച പോലെ ഒരു പാർട്ടിയെ ഒന്നും ഉണ്ടാക്കാനോ സംഘടന ഉണ്ടാക്കാനൊന്നും തരൂർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്